He's a motivational trainer. He's the owner of Happy English. In spite of all the challenges, he have come so far and be a role model for all the aspiring entrepreneurs. A big applause to CP Shihab. And here is a proud moment for Malanar TV to give away the award to CP Shihab. ഷിഹാബ് നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് മലനാട് ടി വി ഇന്ത്യ ദർശൻ നാഷണൽ ഇൻ്റഗ്രേഷൻ അവാർഡ് എന്തിനു നൽകുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു ബ്രീഫിംഗ് നൽകുകയാണ്. 2011 ആദ്യത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്, ഇന്ത്യ ദർശൻ നാഷണൽ ഇൻ്റഗ്രേഷൻ അവാർഡ്. അന്ന് ആദ്യത്തെ അവാർഡിന് അർഹനായ ആളാണ് അനുവേട്ടൻ. പത്തനംതിട്ടയിൽ ഇന്ന് ചെന്നൈയിൽ നിന്നും പത്തനംതിട്ടയിൽ വന്ന് ഈ അവാർഡ് വാങ്ങി. അന്നും ഇതേപോലെ എന്നോട് പറഞ്ഞത്, ഞാൻ ഇത് എന്താണ് ജയേഷ് ചെയ്തതെന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്നാണ് പറഞ്ഞത്. അന്ന് വന്ന് നമ്മളുടെ അവാർഡ് സ്വീകരിച്ച ആളാണ്. ഇന്നും നമ്മൾ വിളിച്ചപ്പോൾ 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ നാളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സുവർണ്ണ നിമിഷമാണ്. ഇദ്ദേഹം അനുവേട്ടൻ നായകനായി അഭിനയിക്കുന്ന അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രമാകുന്ന ഒരു സിനിമ നാളെ റിലീസാണ് കേരളത്തിൽ. അച്ഛൻ ഒരു വാഴ വെച്ചു എന്ന സിനിമ എല്ലാവരും പോയി കാണണം. കാരണം ഒരുപാട് കുടുംബ മഹത്വം ഉള്ള ഒരു സിനിമയാണ് അത്. അതിൽ അച്ഛനായിട്ട് ആരഭിനയിക്കണം? പൈസ മുടക്കുന്ന അനുവേട്ടനാണ്. അപ്പോൾ അച്ഛനായിട്ട് ആരഭിനയിക്കണം എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു, ഞാൻ തന്നെ അഭിനയിക്കണം. കാരണം ഞാൻ ചെന്നൈയിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അനുവേട്ടനെ കാണണമെങ്കിൽ മലയാള സമാജത്തിൻ്റെ നാടക ക്യാമ്പിൽ പോയാൽ മതി. ഞാനവിടെ ചെന്നപ്പം ഓണത്തിന് അവതരിപ്പിക്കാനുള്ള നാടകം പഠിക്കുകയാണ് ഈ വലിയ ബിസിനസ്മാൻ. മെഡിമിക്സ് എന്ന് പറയുന്ന ലോകോത്തര ഉൽപ്പന്നത്തിൻ്റെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വൈഭവത്തിലൂടെയാണ് മെഡിമിക്സ് എന്ന് പറയുന്ന ആയുർവേദ സോപ്പ് ഇന്ന് ലോകം മുഴുവനും വളരെ ജനപ്രിയമായി മാറിയത്. അത് മാത്രമല്ല, ഞങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ വേഗത്തിൽ പറയാം. ഷിഹാബ്, അദ്ദേഹം രാജ്യത്ത് ട്രെയിൻ യാത്രക്കാർക്ക് വേണ്ടി ഒരു സംഘടനയുണ്ടാക്കി. നമുക്കറിയാം, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾ പലപ്പോഴും ആക്രമിക്കപ്പെടുകയും, നമുക്കറിയാം അത്തരം ആക്രമണം ചെയ്ത ആളുകൾ ജയിലിൽ പോയി സുഖമായിട്ട് സുഖവാസ കേന്ദ്രത്തിൽ കിടക്കുന്ന പോലെ നന്നായിട്ട് ആഹാരം കഴിച്ച് ഇപ്പോൾ സിനിമാ നടന്മാരെ പോലെ മാറിയിരിക്കുന്ന സാഹചര്യം അറിയാം. അവിടെ അത്തരം സാഹചര്യത്തിൽ അദ്ദേഹം ഒരു സംഘടനയുണ്ടാക്കി. റെയിൽവേ യാത്രക്കാരുടെ എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സംഘടനയുണ്ട്. അതുപോലെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വിശിഷ്യ ഇന്ന് എല്ലാവരും മറന്നുപോയ, ടെലിവിഷൻ്റെ സ്വാധീനം മൂലം പാടെ വിസ്മരിച്ചു പോയ നാടകം എന്ന് പറയുന്ന ഒരു മേഖല, ആ മേഖലയെ അദ്ദേഹം കൈപിടിച്ചുയർത്തുന്നു. അന്ന് ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞത്, മലനാട് TV നാടകം സംപ്രേഷണം ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ബ്രാൻഡ് ചെയ്യാന്ന് പറഞ്ഞ ആളാണ്. എന്തായാലും അനുവേട്ടൻ ഇന്നും ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്നൊരു സിനിമാ താരമായിട്ട് അവരോധിക്കപ്പെടുന്ന, അതായത് സിനിമ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ മുഖ്യ കഥാപാത്രമായിട്ട് ആദ്യമായി ഒരു സിനിമയിൽ മുഴുനീള കഥാപാത്രമായിട്ട് വരുന്നത്, എനിക്കൊന്ന് നേരത്തെ ഓഫ് ബീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമയിൽ ആദ്യമായിട്ടാണ്. അച്ഛൻ ഒരു വാഴ വെച്ചു ഏറ്റവും മികച്ച സിനിമയിൽ മാറട്ടെ. അനുവേട്ട, എന്ത് തോന്നുന്നു? 10 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. ഷിഹാബിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും മലനാട് TVക്ക് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും. ഞാൻ സത്യത്തിലൂടെ വന്നത് അവാർഡ് ദാനത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ നടത്തുന്ന ഈ ഐ ഡൊണേഷനും കാട്രാക്ട് ഫ്രീ കൊച്ചി എന്നുള്ളത് കേട്ടപ്പോൾ അതിലാകർഷകനായിട്ടാണ് ഞാനിവിടെ വന്നത്. അതിനൊരു കാരണമുണ്ട്. 2004 ഇവിടെ മൂവാറ്റുപുഴയ്ക്കടുത്ത് മണ്ണത്തൂർ എന്ന ഗ്രാമത്തിൽ 29 പഞ്ചായത്തുകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഇതേ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഞാൻ ഒരു വലിയ ഐ ഡൊണേഷൻ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. എൻ്റെ ഉദ്ദേശം ആ 29 പഞ്ചായത്തിലെയും എല്ലാവരെയും ഡൊണേഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. കാരണം നമുക്കൊരു പുനർജന്മം ഉണ്ടെങ്കിൽ കുരുടനായിട്ട് ജനിക്കുമോ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ണില്ലാതെ ആയി പോകുമോ എന്ന് വരെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് പല സിനിമാ താരങ്ങളെയും, മോഹൻലാൽ, യേശുദാസ്, കുഞ്ചാക്കോ ബോബൻ എന്നിവരൊക്കെ കൊണ്ടുപോയാണ് ഞാൻ അവർക്ക് കുറേശ്ശെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. ഏതായാലും അത് ഇന്നും ലോക റെക്കോർഡായിട്ട് നിലനിൽക്കുകയാണ്. 3,29,000 കണ്ണുകളാണ് അന്ന് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്രചോദനത്തിലാണ്. കാരണം 20 ലക്ഷത്തോളം ആളുകൾ ഇന്നും ഐ ഡൊണേഷൻ കിട്ടുകയാണെങ്കിൽ കാഴ്ച കിട്ടാനായി കാത്തിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുത്ത ഈ സംരംഭത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും.
തീർച്ചയായിട്ടും എന്തായാലും ഇങ്ങനെ നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നേടിയ ഒരു വലിയ ബിസിനസ് വിജയമുണ്ട്. ഇന്ന് ഒട്ടനവധി ആളുകൾക്ക് ജീവിതത്തിൻ്റെ ഒരു ആഹാരം നൽകുന്ന ഒരു വലിയ മാതൃകാ സ്ഥാപനമായി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഓൺലൈൻ വഴി എല്ലാവർക്കും നൽകിക്കൊണ്ട് അല്ലേ, അദ്ദേഹം ഹാപ്പി ഇംഗ്ലീഷിനെ വളരെ ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസ ശൈലി രൂപപ്പെടുത്തി. അതിന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഇവിടം വരെ എത്തിച്ചത് അവരുടെയും അദ്ദേഹത്തിൻ്റെയും കഠിനമായ പ്രയത്നങ്ങളാണ്. ആ പ്രയത്നങ്ങൾക്കിടയിൽ ജീവകാരുണ്യം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അവാർഡിന് പരിഗണിച്ചത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തെ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈ ഒരു ഉപഹാരം ഏറ്റുവാങ്ങണം. ആദ്യമായിട്ട് ഇന്ത്യ ദർശൻ അവാർഡ് 10 വർഷം മുമ്പ് ഏറ്റുവാങ്ങിയ ആളിൽ നിന്നുണ്ട് എന്നുള്ളത് ഇതൊരു ഇരട്ടി മധുരമാണ്. പ്ലീസ്. India Darshan National Integration Award presented to CP Shihab, motivational trainer and owner of Happy English. Now I invite CP Shihab to speak about this program and your achievements for next 1 minute. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഹാപ്പി. ഹാപ്പി എന്ന് പറയുന്ന വേർഡ് ഞാൻ ജീവിതത്തിൽ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു അക്കാഡമി തുടങ്ങുന്ന സമയത്ത് ഹാപ്പി ഇംഗ്ലീഷ് എന്ന പേരിൽ തുടങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഐ നോ ഐ ആം നോട്ട് സുപ്പീരിയർ, ഐ ആം നോട്ട് ഇൻഫീരിയർ, ഐ ആം നോട്ട് ഈക്വൽ, ബട്ട് ഐ ആം എ ഡിഫറെൻറ്റ് പേഴ്സൺ, റൈറ്റ്? അപ്പോൾ ഡിഫറെൻ്റായിട്ട് എനിക്ക് എന്ത് സൊസൈറ്റിയിൽ ചെയ്യാൻ സാധിക്കുമെന്നൊരു ചിന്തയാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. വൈ മീ ഇൻ ദിസ് വേൾഡ്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് അല്ലേ, എന്നെപ്പോലെ ഒരാളെ ഈ ലോകത്തിന് ശരിക്കും ആവശ്യമുണ്ടോ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ബിക്കോസ് എല്ലാം ചെയ്യാൻ കഴിവുള്ള, എന്നെക്കാളും സൗന്ദര്യമുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവരുടെ കൂടെ ഞാൻ എന്തിന് ജീവിക്കണം, ഞാൻ എന്ത് ചെയ്യുമെന്ന ചിന്ത പലപ്പോഴും എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇതിങ്ങനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നോർമൽ എഡ്യൂക്കേഷൻ വേണം, സാധാരണ ആളുകളെ കൂടെ പഠിക്കണമെന്ന ചിന്തയുണ്ടായി. ഒരു ചലഞ്ചിങ് ആയിരുന്നു പഠിക്കുക എന്നൊക്കെ പറയുന്നത്. സാധാരണ കുട്ടികളുടെ കൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം എടുത്തു, PG കംപ്ലീറ്റ് ചെയ്തു ഇംഗ്ലീഷിൽ. അതിനുശേഷം ഞാൻ ഡിസൈഡ് ചെയ്തു 2 കൈയും 2 കാലും ഒക്കെ ഉണ്ടായിട്ടും എല്ലാ സൗകര്യം ഉണ്ടായിട്ടും പ്രോപ്പർ എഡ്യൂക്കേഷൻ ലഭിക്കാത്ത എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെ എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും, എൻ്റെ നോളജ് അവർക്ക് വേണ്ടി നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അങ്ങനെ ചിന്തയിൽ നിന്നാണ് നമ്മൾ ഹാപ്പി ഇംഗ്ലീഷ് ഓൺലൈൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു വലിയ ഡ്രീം എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ആഫ്റ്റർ മാരേജ് നമ്മളെ ജോബിനൊന്നും പോകാൻ പറ്റാത്ത ഒരുപാട് ലേഡീസൊക്കെ നമ്മുടെ എല്ലായിടത്തും ഉണ്ടാവും. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ബട്ട് മക്കളും ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല, ബാക്കിയുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം അവരെയൊക്കെ നമ്മൾ കണ്ടെത്തി ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് അവരുടെ ആ ഒരു അറിവിനെ കുറച്ചും കൂടി മൂർച്ച കൂട്ടി കൊടുക്കാൻ നമുക്ക് പറ്റി. ദെൻ ഒട്ടും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾക്ക് ഇഫ് ദേ നീഡ്, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് നോളജ് പറഞ്ഞു കൊടുക്കണം, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ രീതിയിലേക്ക് ഒരു സ്ഥാപനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏകദേശം 70 ലേഡീസ് സ്റ്റാഫ് നമുക്ക് ട്രെയിനേഴ്സായിട്ട് നമുക്കുണ്ട്. 70 പേര് നമ്മുടെ സ്ഥാപനത്തിൽ ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 10% ആളുകൾ 100% ഫിസിക്കലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് 100% ബ്ലൈൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്കുണ്ട്. ഇവരെ നമ്മൾ കണ്ടെത്തിയത്, നമ്മൾ ആൾ ഓവർ കേരള ഒരു ട്രാവൽ ചെയ്തു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ട്രാവൽ ചെയ്തു. ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളുള്ളവരെ നമ്മൾ കണ്ടെത്തി, എഡ്യൂക്കേഷൻ ഉള്ളവരെ കണ്ടെത്തി, അവർക്ക് നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ 10% ട്രെയിനേഴ്സ് ഇതുപോലെ ഫിസിക്കലി ചാലഞ്ച് ആളുകളാണ്. നിന്നുകൊണ്ട് വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെയാണ്
എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ഡൊണേഷനുമായി ബന്ധപ്പെട്ട നല്ലൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ എനിക്ക് പറയാനുള്ളത്, അകക്കണ്ണുകൊണ്ട് കാണാനും ഒരുപാട് ആളുകളെ കാഴ്ചയുടെ ലോകത്തേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് കണ്ണുകൾ മാത്രം പോരാ, ഒരു ഇൻസൈറ്റ് കൂടി നമുക്ക് വേണം, അല്ലേ? ഒരു അകക്കണ്ണ് കൂടി നമുക്ക് വേണം. അവരുടെ കാണാത്ത കാഴ്ചകളെ കാണാനുള്ളൊരു കാഴ്ച കൂടി നമുക്ക് ഉണ്ടാവണം. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, ഇല്ലാത്ത കാലുകൊണ്ട് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കാലുകൾ കൊണ്ട് ഒരുപാട് പേരെ സ്വന്തം കാലിൽ നിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ മനോഹരമായിട്ട് ഒരുപാട് ആളുകളെ സ്വന്തം കാലിൽ നിർത്താനും അവരുടെ മനോഹരമായ കാഴ്ചകൾക്ക് സാധ്യതകളേകാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് സന്തോഷം. വൺസ് അഗൈൻ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് CP ഷിഹാബ്. വളരെ ഒരു വലിയ പ്രചോദനമാണ്. ആർക്കൊക്കെയാണെന്നറിയോ? ജീവിതം ഇതുവരെ ഉള്ളൂ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ കരുതി ഒരു മുഴം കയറ്, ഒരു കൈ നിറയെ ഗുളിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കത്തിയുടെ മുനയിൽ ഒക്കെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നവർക്ക് മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം, അല്ലേ? വി ക്യാൻ മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്, അല്ലേ? നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് ഉയരാൻ പറ്റും. ഇപ്പോഴത്തെ തടസ്സങ്ങളൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള വാക്കുകൾ, വളരെയധികം ഇൻസ്പിറേഷൻ നൽകേണ്ടത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനാണ്. വളരെ സന്തോഷം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹു ഈസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്? എനിബഡി ഹിയർ? ഹു ഈസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ്? മീ. വൈ? മൈക്ക് വേണം. ആരൊക്കെയാണ്? വേറെ ആരെങ്കിലും ഉണ്ടോ? എനിബഡി ഹിയർ? ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ? യെസ്, 1 2 3. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ക്യാൻ യു സീ മീ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? അല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാനുള്ള കഴിവുണ്ട്, കേൾക്കാനുള്ള കഴിവുണ്ട്, ഞാൻ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള കഴിവുണ്ട്. ഇനി ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാവരും എനിക്കൊന്ന് ഷെയ്ക്കാൻ തരണം എന്ന് പറഞ്ഞാൽ, അല്ലേ, എല്ലാവർക്കും എനിക്ക് ഷെയ്ക്കാൻ തരാൻ പറ്റും. റൈറ്റ്? അതെ, എല്ലാവർക്കും എന്നെ ചേർത്ത് പിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കെല്ലാവർക്കും കാണാനുള്ള കഴിവും, നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കാനുള്ള കഴിവും, നിങ്ങൾക്കെല്ലാവർക്കും സംസാരിക്കാനുള്ള കഴിവും, നിങ്ങൾക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ള ബുദ്ധിയും, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ആരോഗ്യമുള്ള ശരീരവുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാളാവാൻ സാധിക്കാതെ പോയത്? ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് നേരെ കൈ ചൂണ്ടി എന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചിന്തിച്ച് നോക്കുക കേട്ടോ. താങ്ക് യു. നമ്മുടെ ജഗദീശ്വര സ്വാമികൾ ഇംഗ്ലീഷിൽ എഴുതിയ ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഗിഫ്റ്റ്, അതുപോലെ നമ്മളുടെ MSME ചെയർമാനെ ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. MSME ചീഫാണ്, MSME പ്രൊമോഷൻ കൗൺസിലിൻ്റെ ദേശീയ അധ്യക്ഷനാണ്. സർ, ഹൗ ക്യാൻ യു ഹെൽപ്പ് ഹിം? Any help, anytime. The world's first NGO media, Malanar TV India, selected and nominated eminent personalities.